യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നതിന് ആ ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ, പേര് ചൊല്ലി നമ്മളെ വിളിച്ചതിനും ദൈവത്തിന് നന്ദി പറയാം. കർത്താവിൻ്റെ നാമം എന്നും എപ്പോഴും മഹത്വപ്പെടുവാൻ നമ്മൾ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നതിനും ആ ദൈവവചനത്തെ നമ്മുടെ പടവാളാക്കി മാറ്റുന്നതിനും ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മിക്ക പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ വാഗ്ദാനമായി കർത്താവ് തരുന്ന തിരുവചന ഭാഗമാണിത്. എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തിത്തരുകയും ചെയ്യുന്നതുവരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും. ഞാൻ അവിടുത്തേക്കെതിരായി പാപം ചെയ്തുപോയി. അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിനെതിരായി നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. ദൈവത്തെ നോക്കുവാൻ പോലും, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ പോലും നമ്മൾക്ക് ഭയമായിരിക്കും. പിശാച് നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകും. നമുക്ക് പല ബലഹീനതകളും തിന്മകളും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ തിന്മയുടെ പിടിയിലകപ്പെട്ട് ദൈവത്തിൻ്റെ നിന്നും അകന്നു പോകുന്ന ഒരവസ്ഥ. എന്നാൽ മിക്ക പ്രവാചകനിലൂടെ കർത്താവ് പറയുകയാണ്, നീ ഇരുട്ടിലിരുന്നാലും കർത്താവ് നിനക്ക് വെളിച്ചമായിരിക്കും. നമുക്കറിയാം, ഒരു മുറിയിൽ ഇരുട്ടാണെങ്കിൽ അവിടെ ഒരു മെഴുകുതിരി വെട്ടം ആ ഇരുട്ടിനെ ശോഭിപ്പിക്കും. ദീപാലങ്കാരത്താൽ പ്രകാശിതമായിരിക്കുന്ന ഭവനത്തിൽ പെട്ടെന്ന് വൈദ്യുതി പോകുമ്പോൾ അവിടെ ഇരുട്ട് വ്യാപിക്കും. എന്നാൽ വൈദ്യുതി തിരിച്ചു വരുമ്പോൾ ആ ഭവനം അതിമനോഹരമായി വെട്ടിത്തിളങ്ങും. പ്രകാശത്താൽ വെട്ടിത്തിളങ്ങുന്നത് നമുക്ക് കാണാം. ആ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞവരെല്ലാം നേരായ മാർഗത്തിൽ പോകുന്നത് കാണാം. തിന്മയിലായിരിക്കുമ്പോൾ നമ്മളും ആ ഒരു ഇരുട്ട് ആണ് അകപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ട് വരണം. അവിടുന്ന് നമുക്ക് വേണ്ടി വാദിക്കണം. തിന്മയുടെ മേൽ വിജയം വരിക്കുവാൻ കർത്താവ് തന്നെ നമുക്ക് വേണ്ടി വാദിച്ചാലേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ചെയ്തു പോയ തെറ്റിൻ്റെ കാഠിന്യമനുസരിച്ച് കർത്താവിൻ്റെ രോഷം നമ്മുടെ മേൽ വന്നെന്ന് വരാം. എന്നാലും
അവിടുന്ന് എനിക്ക് നീതി നടത്തിത്തരും. കാരണം ആ രോക്ഷമുണ്ടാകുന്നതിനൊരു കാരണമുണ്ട്. ഞാൻ ദൈവത്തിനെതിരായി പാപം ചെയ്തിട്ടുണ്ട്. പാപത്തിന് ഞാൻ ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ആ പാപത്തിൽ നിന്നും എന്നെ വിടുതൽ നേടി പ്രകാശത്തിലേക്ക് കർത്താവ് എന്നെ നടത്തും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആകുലതപ്പെട്ടിരിക്കുന്ന, വിഷമിച്ചു കഴിയുന്ന, പലതിനെക്കുറിച്ചും വേദനിക്കുന്ന നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. ഞാൻ എൻ്റെ കർത്താവിനെതിരായിട്ട്, സ്വർഗീയ പിതാവിനായിട്ട് ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ന്യായം വിധിക്കട്ടെ. അവൻ നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരട്ടെ. ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഓടാം. ഒരിക്കലും നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ട, നിരാശപ്പെടേണ്ട. ആ കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശും. ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ന്യായം വിധിക്കും. ആ കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹം തരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.